ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ്. ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആയിട്ട് കുർത്തീസും എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിന്റെ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കുറച്ചൊരു ഓഫറായിട്ട് ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഞാൻ അതിന്റെ ഒരു ഇത് ഇടുന്നുണ്ട്. അപ്പോൾ അതിന്റെ റേറ്റ് എല്ലാം വരുന്നത് 1350 ആണ്. 3 പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് 1350 ആണ്. പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ദുപ്പട്ടാസും കാണിക്കുന്നുണ്ട് കുറച്ച്. പിന്നെ ഞാനിപ്പോ ഈ വേറെ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഇത് റെഡി ആയപ്പോൾ ഞാൻ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇത് ഇൻഡിഗോ കളറിൽ ചെയ്തേക്കുന്ന കേട്ടോ. ഫസ്റ്റ് തന്നെ പറയാം, ഇത് കളർ ബ്രീഡ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ കളറിന് അത്രയും ഡിമാൻഡാണ്. ഇൻഡിഗോ കളറിൽ ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഒത്തിരി ആയിട്ട് ഇങ്ങനത്തെ കളർ കിട്ടാനില്ലായിരുന്നു. എപ്പോഴും മെറൂണും ബ്ലാക്കും അജ്രക്കിന്റെ പോലെ തന്നെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെ വരുന്നതാണ് ഇതിന്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കളറിന് നല്ല കളർ ബ്ലീഡ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് വാഷ് ചെയ്യുക, അങ്ങനെയുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യട്ടോ. പക്ഷെ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ഈ ഒരു കളർ. എത്ര കളർ കളിയാലും എല്ലാവരും ഇതിന്റെ എൻക്വയറീസ് ഉണ്ട്. അപ്പം ഈ ഒരു രണ്ട് പ്രിന്റിലോട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ നെക്ക് ഈ ഒരു പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു വീനൊക്കെ വെച്ചിട്ട് മിഡിൽ പീസ് വെച്ചിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ദുപ്പട്ട നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഈ ഒരു വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പെയർ ചെയ്തത്. അപ്പം ഈ ഒരു പ്രിന്റ് തന്നെ ഇനി ഒരു പ്രിന്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് പ്രിന്റ് വന്നേക്കുന്നത് എയർലൈൻ പാറ്റേണിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്യൂർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ്. ഇൻഡിഗോ കളർ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു പീസാണ്. ഇതുപോലെ ഇതാ അടുത്ത കളർ വന്നേക്കുന്നത് സെയിം ലുക്ക് തന്നെയാണ്. ഇട്ട് കഴിയുമ്പോൾ ചെറിയ കുറച്ചും കൂടെ നല്ലൊരു വേറൊരു മോട്ടീഫാണ് വരുന്നത്. ഇതിന്റെ കണ്ടോ, ഈ ഒരു ഇതാണ് വരുന്നത്. അപ്പൊ എയർലൈൻ പാറ്റേണിലാണ് രണ്ടും ചെയ്തേക്കുന്നത്. എപ്പോഴും സ്ലിറ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ എയർലൈൻ പാറ്റേണിലോട്ട് ഇതുപോലെ സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ സെക്കൻഡ് വൺ ഇതാണ്. ഇനി അതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്യുന്നുണ്ട്. ദുപ്പട്ട തനിയും ഉണ്ട് കേട്ടോ. ഞാൻ പിന്ത് കാണിക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ നല്ലൊരു സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് വരുന്ന ഭയങ്കര സ്മൂത്ത് ആണ് കണ്ടോ. ഫാബ്രിക്കിലോട്ട് വരുന്ന ഇതുപോലത്തെ ഈ ഒരു ഡബിൾ സൈഡ് ബോർഡർ വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടി ഉണ്ട്. ഇതിന് മറ്റേ അടുത്ത പ്രിന്റ് ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഞാൻ അത് ജസ്റ്റ് വേറെ ഇത് നല്ല എന്താ പറയാ എയർലൈൻ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇപ്പൊ സമ്മർ വരുമ്പോൾ കളർ ബ്ലീഡിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു കളറിന് എല്ലാം ഇൻഡിഗോലും ഉണ്ടാവും. അതിന് വേണമെങ്കിൽ ഈ ദുപ്പട്ട പെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. ദുപ്പട്ട തനിയും ഫുള്ളി മിറേഴ്സ് ഒക്കെ വന്നിട്ട് എംബ്രോയിഡറിന്റെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ പീസ്. അതിന്റെ തന്നെ കളേഴ്സ് ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു പ്രിന്റ് വന്നിട്ട് ഇത് ഒരു സെമി ചന്തേരി ഫാബ്രിക് ആണ് കേട്ടോ. ഞാൻ ഫുൾ ഓപ്പൺ ആക്കുന്നില്ല. ഇതിന്റെ 3 കളേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യില്. ഇതിന്റെ ഈ ഒരു ബോട്ടം വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലോട്ടും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഒരെണ്ണത്തിന്റെ കാണിച്ചു തരാം. ഇതാ ബാക്ക് സൈഡിലും നമുക്ക് ഈ ഒരു പ്രിന്റ് കിട്ടും കണ്ടോ. ബാക്കിലും ഈ ഒരു പ്രിന്റ് കിട്ടും. സ്ലീവിന്റെ എൻഡിലോട്ടും ഈ 2 ഫ്ലവേഴ്സും കിട്ടും. അതായത് നമുക്ക് അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ. അതിന്റെ ദുപ്പട്ട ഇന്നത്തെ ദിവസം മാത്രമാണ് കേട്ടോ. 1350 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട, ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഇതുണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അത്യാവശ്യം വിട്ടും ലെങ്ത്തും ഒക്കെ ഉണ്ട് ഈ ദുപ്പട്ടയ്ക്ക്. ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഇതാ ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് കളർ. സെക്കൻഡ് കളർ വന്നിട്ട് ഇതാ ഇതിന്റെ താഴത്തെ ആ വർക്കാണ് എപ്പോഴും നമ്മൾ കാണേണ്ടത്. ഇതുപോലെ കണ്ടോ. ഇതാണ് ഈ ഒരു ഇതിന്റെ വർക്ക് വരുന്നത് കണ്ടോ. ഇതുപോലെ മിറേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് നല്ലൊരു ഒരു എന്താ പറയാ ഒരു മോ ഷെയ്ഡ് ഒക്കെ അല്ലേ ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. അടിപൊളി ഷെയ്ഡാട്ടോ. ഈ കാണുന്ന എല്ലാം മിറേഴ്സ് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. എല്ലാത്തിലും ചെറിയ മിറേഴ്സ് വെച്ചിട്ട് അതിന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇന്നത്തെ ദിവസം മാത്രമാണ് കേട്ടോ 1350 ഓൺലി. ഇതാ ഇതേപോലെ ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും കണ്ടോ. 3 പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഇതുപോലെ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് ശരിക്കും ഒരു ലിനന്റെ ലുക്കാണ്. ജൂട്ട് ലിനൻ ഒക്കെ ഇല്ലേ, ഫുൾ ത്രെഡ് വർക്കാണ് ഇതിനകത്ത് കണ്ടോ. ഈ ഒരു ത്രെഡ് കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഒലീവ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാ ഇതുപോലെ ഇതിന്റെ വർക്ക് ഇതേപോലെ വരും. ദുപ്പട്ട വന്നിട്ട് ചെറിയ ലേസ് എല്ലാം വെച്ചിട്ട് 4 സൈഡ് ഇതുപോലെ കണ്ടോ. 4 സൈഡ് 2 സൈഡ് ഇതാ ഇതുപോലെ ഉണ്ടാവും കണ്ടോ. നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. ഇതും ഇന്നത്തെ ദിവസം മാത്രമാണ് കേട്ടോ 1350 വരുന്നത്. ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം ഇതുപോലെ കണ്ടോ. അതിന്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു ഇതാണ് കളർ. ഓക്കെ, പിന്നെ അത് തന്നെ നമ്മൾ റെഡിയാക്കി കണ്ടൊരു പീസ് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നേരത്തെ കാണിച്ചതിന്റെ ഗ്രീൻ കളറാണ് കേട്ടോ. നേരത്തെ കാണിച്ച ഫാബ്രിക്കിന്റെ തന്നെ ഗ്രീൻ കളറിലോട്ട് ഇതാണ് കണ്ടോ. അതിന്റെ ഫാബ്രിക് ഇതാ ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതാ
താഴോട്ട് അതിന്റെ വർക്ക് കണ്ടോ, അതെ ബാക്ക് സൈഡിലും ഉണ്ട് ആ ഒരു പ്രിന്റ് വരുന്നത് കണ്ടോ. സ്ലീവിലോട്ട് ഈ ഒരു ബോർഡറാ വരുന്നത് കണ്ടോ. അതിന്റെ ബോട്ടം വന്നിട്ട് ഇതുണ്ടാവും. പിന്നെ ദുപ്പട്ട ഇതുപോലെ നല്ലൊരു കളറല്ലേ നോക്കിയത്, നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഗ്രീനിന്റെ നല്ലൊരു ഷെയ്ഡാണ്. അപ്പൊ ഇത് ഓക്കെ. പിന്നെ ഉള്ള നമ്മുടെ അടുത്ത പീസ് ഉള്ളത് ഇതില് നമുക്ക് റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഹക്കോബയുടെ മെറ്റീരിയൽ ആണ്, ഫുൾ വർക്കാണ്, ത്രെഡ് വർക്ക് വന്നിട്ട് ഇതിന്റെ ഹക്കോബ മെറ്റീരിയൽ ആണ്. ഇത് കണ്ടോ ഇതുപോലെ. ഇത് നമുക്ക് ടോപ്പ് ബോട്ടം ആണ്, ടോപ്പും ഷോളും മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ ഉണ്ടാവും കണ്ടോ. എൻഡിലോട്ട് ക്രോഷോ ലേസ് എല്ലാം വെച്ചിട്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഇതുപോലത്തെ 4 സൈഡും ക്രോഷോ ലേസ് വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ് കണ്ടോ. ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു ലുക്കായിരിക്കും ഇതിന് വരുന്നത്. അടിപൊളിയാട്ടോ ഇത്. പിന്നെ നേരത്തെ കാണിച്ച അതിന്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ പോലെ തന്നെ ഒരു ലിനന്റെ ഒരു ലുക്ക് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് ഇത് വരുന്നത്. നല്ല ഷെയ്ഡാട്ടോ ഇത്. ലൈറ്റ് ലാവൻഡർ അല്ലേ, ലൈലാക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയും, അതാണ് തോന്നുന്നു അല്ലേ. ഇത് കണ്ടോ, ഇതിന്റെ ബോട്ടം വരുന്ന ഈ മെറ്റീരിയൽ. ഇതിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ബോട്ടം വന്നിട്ട് നല്ല യെല്ലോ കളറ്. ഫുൾ ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട. അടിപൊളി നല്ല ദുപ്പട്ട. അപ്പൊ ഇതിന്റെ റേറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് 4 സൈഡും ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഒക്കെ വന്നിട്ട് ഫുൾ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ ഇത് വന്നേക്കുന്ന ഒരു ദുപ്പട്ട. ചെസ്റ്റ് പോർഷനിൽ ഇതേപോലെ ഫുൾ ഓപ്പൺ ആക്കുന്നില്ല. നല്ലൊരു സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. സിൽക്ക് എന്നല്ല പറഞ്ഞ, സിൽക്ക് പോലത്തെ ഫാബ്രിക് ആണ്. അത് മാത്രമല്ല അതിന്റെ എൻഡിലോട്ട് കണ്ട ആ ഒരു ലേസിലെ സീക്വൻസ് എല്ലാം വെച്ചിട്ട് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാറ്റേൺ യോക്കിലും അതിന്റെ ഫുൾ വർക്കാ വരുന്നത് ഇതുപോലെ കണ്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. പിന്നെ ഞാൻ ദുപ്പട്ടാസ് കാണിച്ചു. അപ്പൊ ഇന്ന് ഓഫറിൽ ഈ ഒരു ദുപ്പട്ടയും കൂടെ ഉണ്ട്. അപ്പം ഇത് റെഡി ടു ഡെസ്പാച്ച് പീസ് ആണ്, അൺസ്റ്റിച്ചഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ഇതാണെങ്കിൽ റെഡി ആക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്കൊരു 10 days എങ്ങനെയും വേണം, അതിനുശേഷം ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.